മമ്മി എന്താ ഇവിടെ ഇടിക്കുന്ന സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നത്? ഇന്ന് ഇടിച്ചുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോവാ. നോക്കിക്കേ, ഇന്ന് കണ്ടോ, ഇന്നൊരു വെറൈറ്റി രസം ഉണ്ടാക്കാൻ പോയി. ഇന്ന് നമ്മൾ പുളിയും തക്കാളിയും ഒക്കെ ഇട്ടല്ലേ, നമുക്ക് ബീട്രൂട്ട് ഇട്ട് ഒരു രസം ഉണ്ടാക്കാം. നീ കഴിച്ചിട്ടുണ്ടോ ബീട്രൂട്ട് രസം? ഇല്ലല്ലോ. ഇത് അടിപൊളി രസം. നോക്കിക്കേ, കളർഫുൾ രസമായിരിക്കും ഇന്ന് കേട്ടോ. അതിനെല്ലാം മമ്മി ചതച്ചാ വെച്ചത്. ഇപ്പൊ ചതച്ചോണ്ടിരുന്ന നമ്മുടെ ഉണക്കക്കാന്താരി നോനെ തന്ന് വിട്ടായിരുന്നല്ലോ, അപ്പൊ അത് ചതച്ചിട്ടുണ്ട്. കുരുമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലി കളയാതെ, അപ്പൊ ഒരു നല്ല മണം വരും കേട്ടോ. പിന്നെ ഉള്ളിയും കരിയാപ്പിലയും തക്കാളിയും ഒക്കെ ഇട്ട് നമുക്ക് പെട്ടെന്നൊരു രസം ഉണ്ടാക്കാം. ഇത് ബീട്രൂട്ടാണ് ഈ വലിപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തിട്ട് കുക്കറിൽ അടിച്ച് ഒന്ന് വേവിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇതേ കുക്കറിൽ അടിച്ചതിന്റെ ബാക്കി ആ ബീട്രൂട്ടിന്റെ വെള്ളമായിട്ട് ഇത് കളയരുത് കേട്ടോ. ഇത് വേണം നമുക്ക് രസത്തിനകത്ത് ഒഴിക്കാൻ വേണ്ടി. എല്ലാ ന്യൂട്രീഷനും ഇതിനകത്തുണ്ട്, അതുകൊണ്ട് കളയത്തില്ല കേട്ടോ. ദേ അപ്പുമോനെ, ഇത് കണ്ടോ, നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ? ദേ അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. എണ്ണ ചൂടായി. ശരി, എണ്ണ ചൂടായി. നമുക്കാണെങ്കിൽ ദേ ചെറിയ സ്പൂണിന് 1 സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു, 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു, നല്ല ജീരകമേ. പിന്നെ നമുക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. മോനെ എല്ലാം പൊട്ടി കേട്ടോ. അപ്പൊ നമുക്ക് ഉള്ളിയും കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനിയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് പൊട്ടുവോ? ഇത് ഇനിയും പൊട്ടത്തില്ല. ഇതിനെ നല്ലപോലെ ഒന്ന് പച്ചമണം മാറുന്നതിന്റെ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ആ കുരുമുളകില്ലേ, അത് ഇട്ട് കൊടുക്കണം. അത് ഒന്ന് എണ്ണക്കകത്തോട്ടൊന്ന് കിടക്കട്ടെ. ദേ ഇത് മമ്മിയാണ് 1 നുള്ളി കായ ഇട്ട് കൊടുക്കുവാണേ. തക്കാളിക്കയില്ലേ, അതുകൂടി ഇട്ട് കൊടുക്കാം. തക്കാളിക്ക് നമുക്ക് ഇങ്ങനെ കടിക്കുന്ന പരുവത്തിൽ കിടക്കുമ്പോൾ രസത്തിനകത്ത് എല്ലാം 1 തക്കാളി, 1 ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ. 1 ബീട്രൂട്ട്, നല്ല വലിപ്പത്തിലുള്ള 1 ബീട്രൂട്ടും 1 തക്കാളി എടുത്തിട്ടുണ്ട്. ദേ ഇനി നമുക്ക് ബീട്രൂട്ട് അരച്ച് വെച്ചില്ലായിരുന്നോ മമ്മി, അതെടുത്ത് എണ്ണക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്യണം നല്ല പോലെ കേട്ടോ. ദേ അപ്പൊ മോനെ, ഇനി നമുക്ക് ബീട്രൂട്ടിനകത്തോട്ട് എന്താ മഞ്ഞൾ പൊടി ചെറിയ സ്പൂണിന് 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുളക് പൊടി വലിയ സ്പൂണിനാണ് 1/2 സ്പൂൺ മതി കേട്ടോ. കാരണം കുരുമുളക് എല്ലാം ചേർത്തേക്കുന്ന ആയതുകൊണ്ട് എരി വരും. പിന്നെ നമ്മുടെ സീക്രട്ട് സാധനം ഉണ്ടല്ലോ മമ്മി ചതച്ചുകൊണ്ടിരുന്നത്, എന്താന്ന് മനസ്സിലായില്ലേ, നമ്മുടെ കാന്താരി, അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേ. ദേ അതെല്ലാം കൂടെ മമ്മി ഒന്ന് വീണ്ടും മിക്സ് ചെയ്ത് കേട്ടോ. ഇപ്പൊ രസം ആക്കും മമ്മി, കുഞ്ഞ് കണ്ടു. അപ്പം ദേ അപ്പുമോനെ, ഇനി നമുക്കാണെങ്കിൽ ആ വെള്ളം ഉണ്ടായിരുന്നല്ലോ, മമ്മി പറഞ്ഞില്ലേ മിക്സിയിൽ അടിച്ചു വെച്ചിരുന്ന വെള്ളം, അതും നമ്മുടെ മിക്സിയുടെ ജാറൂടെ കഴുകിയ വെള്ളം ഉണ്ട് കേട്ടോ. അത് രണ്ടും കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നോക്കണം വെള്ളം ആവശ്യത്തിനുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ നമുക്ക് അഡീഷണൽ വെള്ളം അതിനകത്ത് ചേർക്കാമേ. ദേ ഇനി ഞാൻ അഡീഷണൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ മെയിൻ സാധനം ഇട്ടില്ല, ഉപ്പ്. ഉപ്പ് മമ്മി ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ തിളയ്ക്കണം. തിളച്ച് അതിന്റെ സത്തെല്ലാം ഇങ്ങനെ ഇറങ്ങി നല്ല മണമൊക്കെ വരണം കേട്ടോ. അപ്പൊ നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം, തിളക്കട്ടെ. അപ്പൊ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പൊ ഇനി ചൂട് ചോറിനകത്ത് രസമൊക്കെ ഒഴിച്ച് നമുക്ക് കഴിക്കാമേ. ദേ അപ്പൊ നമ്മുടെ ബീട്രൂട്ട് രസം റെഡി.